നിരോധിത വലകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ 2 ബോട്ടുകൾ ഫിഷറീസ് വകുപ്പ് പിടിച്ചെടുത്ത് പിഴ ചുമത്തി. 5000 കിലോ കുഞ്ഞൻ മത്സ്യങ്ങൾ ഫിഷറീസ് അധികൃതർ കടലിൽ ഒഴുക്കിക്കളഞ്ഞു. ഡൽഹിയിൽ നടക്കുന്ന കൺവെർജൻസ് ഇന്ത്യ എക്സ്പോയിൽ കേരള വിഷൻ ഡിജിറ്റൽ ടിവി, കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സ്റ്റാളുകൾ ഉദ്ഘാടനം ചെയ്തു. ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് കേബിൾ സർവീസസ് ട്രൈ പ്രിൻസിപ്പൽ അഡ്വൈസർ അഭയ് ശങ്കർ വർമ്മ ഉദ്ഘാടനം നിർവഹിച്ചു. പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച കൊരട്ടി ചിറങ്ങരയിൽ ആകാശ നിരീക്ഷണവുമായി വനം വകുപ്പ്. കൂട് സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി വനം വകുപ്പ് അന്വേഷണം ഊർജിതമാക്കി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. നിരോധിത വലകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ 2 ബോട്ടുകൾ ഫിഷറീസ് വകുപ്പ് പിടിച്ചെടുത്ത് പിഴ ചുമത്തി. എറണാകുളം മാലിയങ്കര സ്വദേശി കോഴിക്കൽ വീട്ടിൽ അജീഷ് കുമാറിന്റെ സന്ധ്യ എന്ന ബോട്ടും മുനമ്പം പള്ളിപ്പുറം സ്വദേശി കുരിശിങ്കൽ വീട്ടിൽ രതീഷിന്റെ ഉടമസ്ഥതയിലുള്ള സെന്റ് സ്റ്റെഫാനോസ് എന്ന ബോട്ടുമാണ് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടിച്ചെടുത്തത്. അഴീക്കോട് മുതൽ വടക്കേ അതിർത്തിയായ കാപ്രിക്കാട് വരെയുള്ള കടൽ തീരത്തും ആഴക്കടലിലും നിരീക്ഷണം ശക്തമാക്കി വരവെയാണ് അനധികൃത മാർഗങ്ങളിലൂടെ മത്സ്യബന്ധനം നടത്തിയിരുന്ന മുനമ്പം ഭാഗത്തു നിന്ന് വന്ന ബോട്ടുകൾ പിടിച്ചെടുത്ത് പിഴ ചുമത്തിയത്. പരിശോധനയിൽ ബോട്ടുകളിൽ ഉപയോഗിച്ചിരുന്ന കണ്ണി വലിപ്പം കുറഞ്ഞ വലകൾ പിടിച്ചെടുത്തു. കടലിലെ ആവാസ വ്യവസ്ഥ തകിടം മറിക്കുന്ന തരത്തിൽ ജീവജാലങ്ങളെ മുഴുവൻ അരിച്ചുപെറുക്കിയെടുക്കുന്ന വിനാശകരമായ മത്സ്യബന്ധന രീതിയാണ് കണ്ണി വലിപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ച് പിടിച്ചെടുത്ത ബോട്ടുകൾ നടത്തിയത്. നിരോധിത വലകളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെയടക്കം കൂട്ടത്തോടെ കോരിയെടുക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരോധിച്ച മത്സ്യബന്ധന രീതിയാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തി കണ്ണി വലിപ്പം കുറഞ്ഞ വല ഉപയോഗിച്ചായിരുന്നു ബോട്ടുകൾ അനധികൃത മീൻപിടുത്തം നടത്തിയിരുന്നത്. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമ റെഗുലേഷൻ ആക്ട് ലംഘിക്കുന്ന യാനങ്ങളെ പിടിച്ചെടുക്കുന്നതിനായി ആഴക്കടലിലും തീരക്കടലിലും പരിശോധനയും നടപടികളും കർശനമാക്കാൻ തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു. മിനിമം ലീഗൽ സൈസ് ഇല്ലാത്ത 5000 കിലോ കുഞ്ഞൻ മത്സ്യങ്ങൾ കണ്ടെടുത്ത ഫിഷറീസ് അധികൃതരുടെ സാന്നിധ്യത്തിൽ കടലിൽ ഒഴുക്കിക്കളഞ്ഞു. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്നും അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന യാനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തനൂരാൻ അറിയിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഡൽഹിയിൽ നടക്കുന്ന കൺവെർജൻസ് ഇന്ത്യ എക്സ്പോയിൽ കേരള വിഷൻ ഡിജിറ്റൽ ടിവി, കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സ്റ്റാളുകൾ ഉദ്ഘാടനം ചെയ്തു. ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് കേബിൾ സർവീസസ് ട്രൈ പ്രിൻസിപ്പൽ അഡ്വൈസർ അഭയ് ശങ്കർ വർമ്മ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള വിഷൻ ഡിജിറ്റൽ ടിവി, ബ്രോഡ്ബാൻഡ്, കീ OTT ബ്രാൻഡുകളെ കേരളത്തിന് പുറത്ത് വ്യാപകമായി പരിചയപ്പെടുത്തിക്കൊണ്ട് രാജ്യത്ത് ആകമാനം ബിസിനസ് വിപുലീകരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കൺവെർജൻസ് ഇന്ത്യ എക്സ്പോയിൽ കേരള വിഷൻ ഡിജിറ്റൽ ടിവി, കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സ്റ്റാളുകൾ തുടങ്ങിയത്. ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് കേബിൾ സർവീസസ് ട്രൈ പ്രിൻസിപ്പൽ അഡ്വൈസർ അഭയ് ശങ്കർ വർമ്മ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് കേബിൾ സർവീസസ് ട്രൈ പ്രിൻസിപ്പൽ അഡ്വൈസർ അഭയ് ശങ്കർ വർമ്മ ഉദ്ഘാടനം നിർവഹിച്ച സ്റ്റാളുകളുള്ളത് ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിലാണ്. സ്റ്റാളുകളുടെ ബൂത്ത് നമ്പർ E473 ഹാൾ നമ്പർ 5 ഉദ്ഘാടന ചടങ്ങിൽ KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ രാജൻ KV, അനിൽ മംഗലത്ത്, സുരേഷ് കുമാർ എന്നിവരും ഡയറക്ടർമാരായ റോണി, ബിജു, നവാസ്, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പത്മകുമാർ, ടെക്നിക്കൽ ഹെഡ് മനു തുടങ്ങിയവരും പങ്കെടുത്തു. മാർച്ച് 19 ആരംഭിച്ച എക്സ്പോ 21 സമാപിക്കും. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച കൊരട്ടി ചിറങ്ങരയിൽ ആകാശ നിരീക്ഷണവുമായി വനം വകുപ്പ്. കൂട് സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് വനം വകുപ്പ്. പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച ചിറങ്ങരയിൽ ഇന്നലെയും പുലിയെ കണ്ടതായി നാട്ടുകാർ വനം വകുപ്പിനെ അറിയിച്ചതിനെ തുടർന്ന് പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് വനം വകുപ്പ്. ബുധനാഴ്ച വൈകിട്ട് 4:30 ആകാശ നിരീക്ഷണം നടത്തുമ്പോൾ 2 ദിവസം മുൻപ് ഇതര സംസ്ഥാന തൊഴിലാളികൾ പുലിയെ കണ്ട വീടിന്റെ പുറകിലായി പോത്തിനെ അഴിക്കുവാൻ പോയ പരിസരവാസി കണ്ണമ്പുഴ ഡേവിസ് പുലിയെ കണ്ടതായി പരിശോധക സംഘത്തെ അറിയിക്കുകയും തുടർന്ന് അവിടെ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്തുവാൻ സാധിച്ചില്ല. പുലിയെ കണ്ടെത്താൻ നിലവിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നിരീക്ഷണത്തിനായി 5 ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. മംഗലശ്ശേരി, വഴിച്ചാൽ വാർഡുകളിലാണ് ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത്.
കൂടാതെ പുലിയെക്കണ്ടതിന് സമീപമുള്ള 3 വാർഡുകൾക്ക് പുറമെ 15 കിലോമീറ്റർ ചുറ്റളവിൽ ഡ്രോൺ നിരീക്ഷണവും നടത്തിവരുന്നു. വൈഗ ത്രെഡ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രസ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളും ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തി. ഇതോടൊപ്പം പുലിയെ പിടിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി വിവിധ സർക്കാർ വകുപ്പുകളെ ഉൾപ്പെടുത്തി വിദഗ്ധ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഈ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൂട് വയ്ക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയെന്ന് റേഞ്ച് ഓഫീസർ VJ ജീഷ്മ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ചിറങ്ങരയിലെത്തിയ പുലി വളർത്തുനായയെ പിടികൂടിയതോടെ പ്രദേശത്തെ ജനങ്ങൾ പരിഭ്രാന്തിയിലാവുകയായിരുന്നു. തുടർന്ന് ചിറങ്ങരയുടെ വിവിധ ഭാഗങ്ങളിൽ പാദം പുലിയുടേതാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. അതേസമയം കഴിഞ്ഞ രാത്രി വഴിച്ചാൽ റെസിഡൻസ് അസോസിയേഷന്റെ ക്യാമറയിൽ പതിഞ്ഞ പുലിയെന്ന് നാട്ടുകാർ സംശയിച്ച ജീവി നായയുടേതാണെന്ന് വനംവകുപ്പ് പരിശോധനയിൽ തെളിഞ്ഞു. ഇതിനു പുറമെ കൊരട്ടി മഠംകുളം ഭാഗത്ത് കണ്ടെന്ന് പറയുന്ന പാദവും നായയുടേതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മേലൂർ പൂലാനിയിൽ കണ്ടതായി പറയുന്ന ജീവി മ്ലാവാണെന്ന് പരിശോധനയിൽ സ്ഥിരീകരിച്ചു. പരമാവധി രാത്രി സമയത്തും പുലർച്ചെയും ഒറ്റയ്ക്കുള്ള സഞ്ചാരങ്ങൾ ഈ മേഖലയിൽ ഒഴിവാക്കണമെന്നും എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയാൽ വനംവകുപ്പിനെ അറിയിക്കേണ്ടതുമാണ്. ആകാശ നിരീക്ഷണത്തിന് റേഞ്ച് ഓഫീസർ VJ ജീഷ്മ, തഹസിൽദാർ PK ജേക്കബ്, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർമാരായ PV അജയകുമാർ, ആൽബിൻ ആന്റണി, RR ടീം പഞ്ചായത്ത് അംഗം വർഗീസ് പയ്യപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി. മീഡിയ ടൈം, കൊരട്ടി. കലാഭവൻ മണി ഉൾപ്പെടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം വിളമ്പി നൽകിയ രാധചേച്ചി പടിയിറങ്ങുന്നു. ചാലക്കുടി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ പാചകപ്പുരയിൽ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ചിലവിട്ട രാധ 28-ന് വിരമിക്കും. കൂടപ്പുഴ ഉള്ളാട്ടിക്കുളം വീട്ടിൽ രാധ ശശികുമാർ 38 വർഷത്തെ സേവനത്തിന് ശേഷമാണ് പടിയിറങ്ങുന്നത്. മുന്നോട്ടുള്ള ജീവിതത്തിന് മറ്റ് മാർഗമില്ലാതെ പകച്ചു നിന്ന കാലത്ത് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ അധ്യാപക ദമ്പതികളായിരുന്ന ജോസഫ് മാഷും വത്സമ്മ ടീച്ചറുമാണ് രാധയെ സ്കൂളിലെ പാചകക്കാരിയുടെ ജോലി നൽകിയത്. ഒരു ബന്ധു വഴി ജോസഫ് വത്സമ്മ അധ്യാപക ദമ്പതികളുടെ അടുത്തെത്തി. അവരുടെ വീട്ടിലെ ജോലിക്കാരിയായാണ് തുടക്കം. പിന്നീട് അധ്യാപക ദമ്പതികൾ സ്കൂളിലെ പാചക ജോലി രാധയെ ഏൽപ്പിച്ചു. ഇതോടെ രാധയുടെ ജീവിതം പച്ചപിടിച്ചു. വീട്ടുജോലിക്ക് ശേഷം 9:30 സ്കൂളിലെത്തി പാചകവും കഴിഞ്ഞ് 2 മണിയോടെ വീട്ടിലേക്ക് മടങ്ങുന്നതാണ് കഴിഞ്ഞ 38 വർഷമായി രാധയുടെ ജീവിതചര്യ. സ്വന്തം വീടെന്ന രാധയുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കി കൊടുത്തതും ഈ അധ്യാപക ദമ്പതിമാരാണ്. കല്ല് ചുമന്ന് കൊണ്ടുവന്ന് അടുക്കളയിൽ അടുപ്പ് കൂട്ടിത്തന്നത് കലാഭവൻ മണി. പിന്നീട് അരിച്ചാക്കടക്കമുള്ളവ ചുമന്ന് പാചകപ്പുരയിൽ എത്തിച്ചു നൽകുന്ന ജോലിയും മണി സ്വയം ഏറ്റെടുത്തു. അടുക്കള പരിസരത്ത് ചുറ്റിപ്പറ്റി നിൽക്കുന്ന മണിക്ക് രാധ വയറു നിറയെ ഭക്ഷണം വിളമ്പി നൽകി. സമരമുള്ള ദിവസങ്ങളിൽ കുട്ടികൾ വീട്ടിലേക്ക് പോകുമ്പോൾ അവരെ പിടിച്ചു നിർത്തി ഭക്ഷണം കഴിപ്പിച്ചിട്ടേ രാധ പറഞ്ഞയക്കൂ. ചലച്ചിത്ര മേഖലയിൽ തിളങ്ങി നിൽക്കുമ്പോഴും ഇല്ലായ്മയുടെ കാലത്ത് വയറു നിറച്ച് ഭക്ഷണം വിളമ്പി തന്ന രാധേജിയെ കാണാനായി മണി വീട്ടിലെത്തിയിരുന്നു. അവസാനമായി വന്ന ദിവസം മകനും ഗായകനുമായ സുധീഷിന് ഒരു മോതിരവും സമ്മാനിച്ചു. ഇവിടെ നിന്നും പഠിച്ചുപോയ പലരും രാധയെ വന്നു കാണുകയും സ്നേഹമറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരിക്കൽ വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു കാർ മുന്നിൽ വന്നു നിന്നു. കാറിൽ നിന്നും ഇറങ്ങി വന്ന ചെറുപ്പക്കാരൻ രാധേജിയെ സ്വയം പരിചയപ്പെടുത്തി. പണ്ട് ഭക്ഷണം വിളമ്പി നൽകിയ വിദ്യാർത്ഥി ഇന്ന് സർക്കാർ ഉദ്യോഗസ്ഥനാണ്. സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞ രാധയെ കാറിൽ കയറ്റി വീട്ടിലാക്കി. അങ്ങനെ മനം നിറയ്ക്കുന്ന നിരവധി അനുഭവങ്ങളാണ് രാധയ്ക്ക് പറയാനുള്ളത്. ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം സ്കൂൾ അടുക്കളയിൽ ചിലവിട്ട രാധയ്ക്ക് ഊഷ്മളമായ യാത്രയപ്പാണ് സ്കൂൾ അധികൃതരും പൂർവ്വ വിദ്യാർത്ഥികളും ഒരുക്കുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. കുഴൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 6.07 കോടിയാണ് സേവന മേഖലയ്ക്കായി വകയിരുത്തിയിരിക്കുന്നത്. ഉൽപാദന മേഖല 1,14,16,001 രൂപ, പശ്ചാത്തല മേഖല 2.7 കോടി, വിവിധ ക്ഷേമ പെൻഷനുകൾ 8 കോടി, അതിദരിദ്ര പദ്ധതി 1,70,000 എന്നിങ്ങനെ തുക വകയിരുത്തി. 24,10,43,672 രൂപ വരവും 23,39,68,714 രൂപ ചിലവും 70,74,958 രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മനോജ് അവതരിപ്പിച്ചു. 25-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് വളരെയേറെ അഭിമാനത്തോടും തികഞ്ഞ ചരിതാർത്ഥ്യത്തോടും കൂടി നിങ്ങളുടെ അനുവാദത്തെയും അംഗീകാരത്തെയും മുൻനിർത്തിക്കൊണ്ട് ഇവിടെ അവതരിപ്പിക്കുന്നു. ഈ ഭരണസമിതിയുടെ അവസാന വർഷത്തേക്കുള്ള ബജറ്റാണിത്. നമ്മുടെ പഞ്ചായത്തിന്റെ
സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക അവസ്ഥകൾ വിശകലനം ചെയ്തുകൊണ്ടും കൂടുതൽ പരിഗണന അർഹിക്കുന്ന മേഖലകൾക്ക് മുൻഗണന നൽകിക്കൊണ്ടുമാണ് 25-26 സാമ്പത്തിക വർഷത്തിലുള്ള ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വരും വർഷങ്ങളിൽ ലഭ്യമാകുമെന്ന് കരുതുന്ന ഫണ്ടുകൾ കണക്കിലെടുത്ത് അതിൻ്റെ നിത്യനിദാന ചിലവുകളും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചിലവുകളും പ്രത്യേകിച്ചും വാർഷിക പദ്ധതി പ്രവർത്തനങ്ങളും ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്കുമായി പകത്തു തയ്യാറാക്കുന്ന സുപ്രധാന രേഖയാണ് വാർഷിക ബജറ്റ് എന്നത്. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് സർക്കാർ ലഭ്യമാക്കുന്ന വികസന ഫണ്ട് തന്നെയാണ് വിഭവ സ്രോതസ്. കുഴൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നട്ടലായ കാർഷിക മേഖല ഉൾപ്പെടെയുള്ള ഉൽപ്പാദന മേഖലയ്ക്ക് പട്ടികജാതിക്കാർക്ക്, സ്ത്രീകൾ, കുട്ടികൾ, വയോജനങ്ങൾ, അതിഥികൾ തുടങ്ങി വിവിധ ദുർബല വിഭാഗങ്ങൾക്ക് കൈത്താങ്ങാവുന്ന തരത്തിൽ സേവന മേഖലയ്ക്കും ജനങ്ങളുടെ ജീവിത നിലവാരത്തെയും ഭൗതിക സാഹചര്യങ്ങളെയും പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് പശ്ചാത്തല മേഖലയ്ക്കും അർഹിക്കുന്ന പ്രാധാന്യം നൽകിക്കൊണ്ടുമാണ് ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ബജറ്റിൻ്റെ വിഭവ സ്രോതസ്സുകൾ, വകയിരുത്തലുകൾ എന്നിവയുടെ സംക്ഷിപ്ത ബഡ്ജറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. കൃഷി, മൃഗസംരക്ഷണ മേഖലയ്ക്ക് നേട്ടം കൈവരിക്കുന്നതിന് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. നെൽകൃഷി, വാഴ, കുടിയുടെ കൃഷി, കന്നുകുട്ടി പരിപാലനം, ക്ഷീരവികസനം തുടങ്ങിയവയ്ക്ക് ഇത്തവണയും ഊന്നൽ നൽകിയിട്ടുണ്ട്. 1,14,16,001 രൂപ മണ്ണ്, ജലസംരക്ഷണം, ചെറുകിട ജലസേചനം, ലിഫ്റ്റ് ഇറിഗേഷൻ എന്നീ പദ്ധതികൾ ഉൾപ്പെടെയുള്ള ഉൽപ്പാദന മേഖലയ്ക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ബജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു. പൊയ്യ ഗ്രാമപഞ്ചായത്തിൽ ലഹരി വിരുദ്ധ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അധ്യക്ഷത വഹിച്ചു. മാള SI KR സുധാകരൻ ക്ലാസ് നയിച്ചു. നിയമങ്ങളും 1986 NDPS ആക്ട് ഉണ്ട്. അതാണ് ഈ കഞ്ചാവ്. ഒരു കഞ്ചാവ് ചെടി പോലും വെച്ചാൽ ജാമ്യമില്ലാത്തോ. അപ്പൊ ഈ NDPS ആക്ടിൽ എല്ലാ വകുപ്പുകളും വളരെ കർശനമുള്ളതാണ്. അവരോടിച്ചു വരുന്ന വണ്ടി അത് സർക്കാരിലെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ പുത്തഞ്ചേരയിൽ ഇവിടെ മുമ്പുണ്ടായ സമയത്ത് പുത്തഞ്ചേരയിൽ 27 കിലോ കഞ്ചാവ് പിടിച്ചത്. അതിനകത്ത് ഒരു ഉപ്പ് ലോറിയാണ്, ഉപ്പ് മീൻ കൊണ്ടുവരുന്ന ലോറിയിലാണ് ഈ കഞ്ചാവ് കൊണ്ടത്. ആ ലോറി എടുത്ത് നേരെ കോടതി കൊടുത്തു. കോടതി എന്ത് ചെയ്തു? വൈസ് പ്രസിഡന്റ് TK കുട്ടൻ, സെക്രട്ടറി TC ഗീത, പഞ്ചായത്ത് അംഗങ്ങൾ, ആശാപ്രവർത്തകർ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി മറ്റു വാർത്തകളിലേക്ക്. മാർച്ച് 31 കേരള സംസ്ഥാനം സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി കൊരട്ടി പഞ്ചായത്തിൽ ശുചിത്വ സന്ദേശ പദയാത്ര സംഘടിപ്പിച്ചു. കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു ക്യാപ്റ്റനായിട്ടുള്ള ജാഥയ്ക്ക് കൊരട്ടി സെന്റർ, മഞ്ഞളിക്കെട്ട്, ദേവമാത, വഴിച്ചാൽ, ചിറങ്ങര എന്നിവിടങ്ങളിൽ സ്വീകരണം. ജാഥയുടെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ നവകേരള ശുചിത്വ മിഷൻ ഡയറക്ടർ ദ്വിതിക C നിർവഹിച്ചു. കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു അധ്യക്ഷത വഹിച്ചു. പാലക്കാട് IRTC മേഖലാ കോർഡിനേറ്റർ VK സോമനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് ശുചിത്വ പ്രഖ്യാപനത്തിന് മുന്നോടിയായി ഹരിത സ്ഥാപനങ്ങൾക്കുള്ള അവാർഡ് പ്രഖ്യാപനം, ശുചിത്വ കവല പ്രഖ്യാപനം, കൊരട്ടി പള്ളിയെ ഹരിത തീർത്ഥാടന ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിക്കൽ, ഹരിത അയൽക്കൂട്ട പ്രഖ്യാപനം, ഹരിത അംഗനവാടികൾ, ഹരിത ഗ്രന്ഥാലയ പ്രഖ്യാപനം എന്നിവ സംഘടിപ്പിച്ചു. കൊരട്ടി പഞ്ചായത്തിലെ മികച്ച ഹരിത സ്കൂളായി കൊരട്ടി പഞ്ചായത്ത് സ്കൂളിനെയും ഹരിത സ്ഥാപനമായി പൊങ്ങി നൈപുണ്യ കോളേജിനെയും മികച്ച ഹരിത വാർഡായി വാർഡ് 12 ചെറ്റാരിക്കലിനെയും തെരഞ്ഞെടുത്തു. ശുചിത്വ മാലിന്യ പ്രവർത്തനങ്ങളിലെ മികവിന് കൊരട്ടി പഞ്ചായത്ത് ഹരിത കർമ്മസേനയെ ആദരിച്ചു. കൊരട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി, സ്ഥിരം സമിതി ചെയർമാൻമാർ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പ്രസംഗിച്ചു. പൊയ്യ അഡാക്ക് ഫാമിലെ അധികാരികളുടെ രാഷ്ട്രീയ കളി അവസാനിപ്പിക്കുക, പിരിച്ചുവിട്ട സ്റ്റാഫിനെ തിരിച്ചെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പൊയ്യ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഡാക്ക് ഫാമിന് മുന്നിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. എറണാകുളം DCC ജില്ലാ വൈസ് പ്രസിഡന്റ് MT ജയൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെമ്പാടും ഒരുപാട് വികസന പദ്ധതികൾ കൊണ്ടുവന്ന് കേരളത്തിൽ ഒരു പുതിയ കേരളമാക്കി മാറ്റുവാൻ ഇന്ന് പിണറായി വിജയൻ പറയുന്ന നവകേരളമല്ല, മറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് പട്ടിണി മാറ്റുവാൻ, തൊഴിലുണ്ടാകുവാൻ, വികസനമുണ്ടാകുവാൻ, ആ വികസനത്തോടു കൂടി ജനങ്ങളുടെ ജീവിത സാഹചര്യത്തിന് ഉയർച്ച ഉണ്ടാകുവാൻ വേണ്ടി പ്രതിഭാധനനായ മാളയുടെ മാണിക്യമായിരുന്ന ശ്രീ K. കരുണാകരൻ
കേരളത്തിലെമ്പാടും വികസന പദ്ധതികൾ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ഭാഗമായി തൻ്റെ സ്വന്തം മണ്ഡലമായ മാളയിൽ വളരെ വികസനം പിന്നോട്ട് നിൽക്കുന്ന പൊയ്യയിൽ ലോകത്തിലേക്ക് ഇന്ത്യയിൽ തന്നെ ശ്രദ്ധ കിട്ടുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ചെമ്മീൻ വളർത്തു ഗവേഷണ കേന്ദ്രം എന്ന നിലയിൽ അഡാക്കിൻ്റെ ഒരു ഏറ്റവും വലിയ ഫാം ഇവിടെ കൊണ്ടുവന്ന് കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് തൊഴിൽ കൊടുത്ത് ഇവിടെ അതിൻ്റെ പദ്ധതികൾ ആരംഭിച്ച് കോടിക്കണക്കിന് രൂപ മുടക്കി മുന്നോട്ട് കൊണ്ടുപോയി പിന്നീട് വന്ന ശ്രീ ടി.എൻ. പ്രതാപൻ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ അതിന് വരുത്തി ഈ ഫാം ദേശീയ ശ്രദ്ധയാകർഷിച്ച് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് ഉമ്മൻചാണ്ടിയുടെയും AK ആന്റണിയുടെയും K കരുണാകരന്റെയും കാലത്ത് ഇത് വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നു. കോൺഗ്രസ് പൊയ്യ മണ്ഡലം പ്രസിഡന്റ് ബൈജു കണ്ടപ്പശ്ശേരി അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മാള ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ, പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ്, PT സോണി, വക്കച്ചൻ അമ്പൂക്കൻ, ജയചന്ദ്രൻ, ബിബിൻ പഞ്ഞിക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ നഗരസഭാ നഗരത്തിൽ സാംസ്കാരിക യാത്രയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. നഗരസഭ ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച സാംസ്കാരിക റാലി നഗരം ചുറ്റി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സ്മാരക ചതുരത്തിൽ സമാപിച്ചു. നഗരസഭാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിദ്യാർത്ഥി യുവജന സംഘടനകൾ, കലാ സാംസ്കാരിക സാമൂഹിക സംഘടനകൾ, ഗ്രന്ഥശാലകൾ, ക്ലബ്ബുകൾ, വിദ്യാലയങ്ങൾ, അങ്കണവാടികൾ, ഹരിതകർമ്മസേന, കുടുംബശ്രീ, അയൽക്കൂട്ടങ്ങൾ, വ്യാപാരികൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, ലയൺസ്, റോട്ടറി ക്ലബ്ബുകൾ എന്നിവർ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് VK രാജു ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ഉദ്യോഗാർത്ഥികളെയും തൊഴിലന്വേഷകരെയും സഹായിക്കുന്നതിനായി കൊടുങ്ങല്ലൂർ നഗരസഭ തൊഴിൽ സഹായ കേന്ദ്രം ആരംഭിച്ചു. തൊഴിൽ അന്വേഷകരെ ജോബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനും ജോലിക്ക് അപേക്ഷിക്കാനും സഹായിക്കുന്നതിനായി നഗരസഭയിൽ ഇനി മുതൽ ജോബ് ഫെസിലിറ്റേറ്റർ സെന്റർ പ്രവർത്തിക്കും. തൊഴിലന്വേഷിക്കുന്ന മുഴുവൻ പേർക്കും തൊഴിൽ ലഭിക്കുവാൻ വേണ്ട സേവനങ്ങളും സൗകര്യങ്ങളും നൽകുന്ന വിജ്ഞാന സേവന കേന്ദ്രമാണ് ആരംഭിച്ചിട്ടുള്ളത്. നഗരസഭയുടെ പ്രവൃത്തി ദിവസങ്ങളിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഈ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ചെയർപേഴ്സൺ TK ഗീത സെന്റർ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ VS ദിനൽ അധ്യക്ഷത വഹിച്ചു. KR ജൈത്രൻ, TS സജീവൻ, ON ജയദേവൻ, PN വിനയചന്ദ്രൻ, EJ ഹിമേഷ്, KA വത്സല, പാർവതി സുകുമാരൻ, ജില്ലാ കോർഡിനേറ്റർ കിരൺ ദേവ്, കമ്മ്യൂണിറ്റി അംബാസഡർമാരായ നീലിമ, ജിനി ജെയ്സൺ എന്നിവർ പ്രസംഗിച്ചു. സമ്പൂർണ്ണ പാർപ്പിട ഗ്രാമം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുവാനും കാർഷിക മേഖലയ്ക്കും പശ്ചാത്തല മേഖലയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് കാടുകുറ്റി പഞ്ചായത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിക്കായി 3 കോടി രൂപയും പഞ്ചായത്തിലെ സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകളുടെ നവീകരണത്തിന് 2 കോടി രൂപയും കാർഷിക മേഖലയ്ക്ക് 2 കോടി രൂപയും നീക്കിവെച്ചുകൊണ്ടുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് PC അയ്യപ്പൻ അവതരിപ്പിച്ചു. പഞ്ചായത്തിലെ പ്രധാന ആവശ്യമായ ആധുനിക ക്രിമിറ്റോറിയത്തിന് സ്ഥലം ലഭിക്കാത്ത സാഹചര്യത്തിൽ മൊബൈൽ ക്രിമിറ്റോറിയം തയ്യാറാക്കുവാൻ 15 ലക്ഷം രൂപ അനുവദിച്ചു. കായിക വികസനത്തിന് 20 ലക്ഷം, ആരോഗ്യ ഗ്രാമം പദ്ധതിക്കായി 10 ലക്ഷം, ഉൽപാദന മേഖലയ്ക്ക് 2,27,50,000 രൂപയും സേവന മേഖലയ്ക്ക് 9,58,45,000 രൂപയും വകയിരുത്തിക്കൊണ്ട് 31,63,11,018 വരവും 30,37,10,000 രൂപ ചിലവും 1,26,18,000 രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് PC അയ്യപ്പൻ അവതരിപ്പിച്ചത്. പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ P വിമൽകുമാർ, രാഖി സുരേഷ്, മോഹിനി കുട്ടൻ, പഞ്ചായത്ത് അംഗം മോളി തോമസ്, സെക്രട്ടറി AV അനുപമ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നിരോധിത വലകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ 2 ബോട്ടുകൾ ഫിഷറീസ് വകുപ്പ് പിടിച്ചെടുത്ത് പിഴ ചുമത്തി. 5000 കിലോ കുഞ്ഞൻ മത്സ്യങ്ങൾ ഫിഷറീസ് അധികൃതർ കടലിൽ ഒഴുക്കിക്കളഞ്ഞു. ഡൽഹിയിൽ നടക്കുന്ന കൺവെർജൻസ് ഇന്ത്യ എക്സ്പോയിൽ കേരള വിഷൻ ഡിജിറ്റൽ TV, കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സ്റ്റാളുകൾ ഉദ്ഘാടനം ചെയ്തു. ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് കേബിൾ സർവീസസ് ട്രൈ പ്രിൻസിപ്പൽ അഡ്വൈസർ അഭയ് ശങ്കർ വർമ്മ ഉദ്ഘാടനം നിർവഹിച്ചു. പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച കൊരട്ടി ചിറങ്ങരയിൽ ആകാശ നിരീക്ഷണവുമായി വനം വകുപ്പ്. കൂട് സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി വനം വകുപ്പ് അന്വേഷണം ഊർജിതമാക്കി.
ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.